എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും അറിഞ്ഞു കാണും, 2022 വോട്ടേഴ്സ് ലിസ്റ്റ് സംഭവം അവർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2022 വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം SIR അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ തകൃതിയായിട്ടുള്ള ചേഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? BLO, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്. ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ലാതിരിക്കുന്നവരെ അല്ല ബൂത്ത് ലെവൽ ഓഫീസേഴ്സായിട്ട് വയ്ക്കുന്നത്. നിലവിൽ സർക്കാർ സർവീസിലുള്ള അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ക്ലറിക്കൽ റോളോ അല്ലെങ്കിൽ LP സ്കൂൾ ടീച്ചേഴ്സോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് BLOമാരായിട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ BLOയ്ക്ക് സർക്കാർ എന്താണ് കൊടുക്കുന്നത്? ഇവരെല്ലാ വീടുകളും മലയും കാടും മലയും കുന്നും കയറി എവിടെയൊക്കെ വീടുകളുണ്ടോ ആ ഏരിയയെല്ലാം പോയി ചെന്ന് ഫോം കൊടുക്കുന്നു, അത് പൂരിപ്പിക്കുന്നു, അത് കഴിഞ്ഞേച്ച് പിന്നെയും ചെല്ലുന്നു, അത് കഴിഞ്ഞേച്ച് ഇതിൻ്റെ എല്ലാം പുറകെ നടക്കുന്നു, സ്ലിപ്പ് വാങ്ങാൻ ചെല്ലുന്നു, ഇതാണ് എല്ലാം ഉണ്ട്. ഓക്കെ, അതിൻ്റെ എല്ലാം പുറകെ നടക്കുന്നു. അപ്പം ഈ ചെയ്യുന്ന പണിക്ക് സർക്കാർ വല്ല പൈസ കൊടുക്കുന്നുണ്ടോ? ഇലക്ഷന് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണല്ലോ ഇലക്ഷൻ നടത്തുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറയല്ലോ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്ര എമൗണ്ടിൽ കൂടുതൽ ചിലവാക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇവർക്ക് ഈ BLOമാർക്ക് കൂടുതൽ വേതനം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പണിക്കുള്ള ശമ്പളം എന്തുകൊണ്ട് കൊടുക്കാൻ തയ്യാറാവുന്നില്ല? ഇത് നിസ്സാര കാര്യമല്ല. ഇപ്പം ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടാവും അവർക്ക് ശമ്പളം ഉള്ളതല്ല, അല്ലെ കിട്ടുന്നതല്ല, സർക്കാർ ഉദ്യോഗസ്ഥരിലെ ആനയാണ് തേങ്ങയാണ് എല്ലാം കിട്ടുന്നില്ലെന്ന് പറയും. പക്ഷേ ഈ ഡയലോഗ് പറയുന്നവന്മാർക്കൊന്നും പറ്റത്തില്ല. ഇപ്പോൾ കുന്നും മല അല്ലെങ്കിൽ ഇതായിട്ടുള്ള ഏരിയാസൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, പ്രത്യേകിച്ച് ആണുങ്ങളല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിലും ഇപ്പോൾ വണ്ടി ഒന്നും കയറി ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും കയറി ചെന്ന് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇറ്റ്സ് നോട്ട് ഈസി. ഇത്രയും ഫോമും എല്ലാം കെട്ടി ഇതാക്കി ഇതിൻ്റെ ഒപ്പം ടൈപ്പ് ചെയ്ത് പറക്കി ഇതെല്ലാം ഇവർ ചെയ്യുന്ന അവരുടെ സ്വന്തം ഫോണിലായിരിക്കും. മിക്കവാറും സ്വന്തം ഫോണിലായിരിക്കും. സർക്കാർ ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സാധനം പോലും കൊടുത്തിട്ടുണ്ടാവില്ല. ഇത്ര ബുദ്ധിമുട്ട് എന്ത് കാണിക്കാനാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഇതാക്കുന്നത്? ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ വേതനം അല്ലെങ്കിൽ കൃത്യമായ രീതിയിലാണെങ്കിൽ ഇത്ര പ്രഷർ കൊടുക്കാതെ ഇലക്ഷൻ നടത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്നാണിക്കാനാണ് നടത്തുന്നത്? ഇലക്ഷൻ നടത്തുന്ന ആർക്കാണ് നിർബന്ധം? വർഷം ഇലക്ഷന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ സർക്കാരുകൾക്കല്ലേ വേണ്ടത്. അപ്പം ഇപ്പോൾ സർക്കാർ ഫണ്ടിൽ നിന്ന് ഇതാക്കാൻ പറ്റില്ലെങ്കിൽ പാർട്ടികളുടെ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ചെയ്തുകൂടെ? ഇപ്പം ഈ അടുത്തിടയ്ക്ക് കാസർഗോഡ് ഒരു BLO സൂയിസൈഡ് ചെയ്തതിൻ്റെ ഒരു ന്യൂസ് വന്നിരുന്നു. ഇത്രയും പ്രഷറും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മേൽ ചുമത്തുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കുറച്ച് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത കണ്ടായിരുന്നു. അതായത് ഒരു BLOയെ അവരുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വിളിച്ച് അവർക്ക് അസുഖമായിട്ട് വരെ അവരെ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെയൊക്കെ പ്രഷർ ചെയ്ത് പണിയെടുപ്പിക്കാമോ? അവർ ജോലിക്ക് ഇപ്പോൾ ആരാണെങ്കിലും സർക്കാർ ജോലിക്ക് കയറുമ്പോൾ ആരാണെങ്കിലും ക്ലറിക്കൽ പോസ്റ്റിനാണെങ്കിലും ആ പണിയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അല്ലാതെ ഈ ഒരു സർക്കാരിൻ്റെ എല്ലാ പരിപാടിക്കും സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെ ബലിയാടാക്കുന്ന ഈ പരിപാടി ഒട്ടും ശരിയല്ല. ശക്തമായ ഒരു വിയോജിപ്പ് എനിക്കുണ്ട് അതിൻ്റെ അകത്ത്. അതിന് ആ വിയോജിപ്പ് രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ ഞാൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ഒരു ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ സിറ്റിസണാണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്. അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തൊട്ട് ABCD സാധനങ്ങൾക്ക് വരെ ടാക്സ് കൊടുക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ്. ഓക്കെ, അപ്പോൾ അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്രയും പറഞ്ഞ് എൻ്റെ അത്രയും രോക്ഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് വിടുവാണ്. അത്ര തന്നെ. നിങ്ങൾ ഇത് കാണുന്നവരാരെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ജെന്യുവനായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ശക്തമായിട്ട് രേഖപ്പെടുത്തുക. അത് തന്നെ.